ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ വീണ്ടും വന്നിട്ടുണ്ട്. ഒരു നൈറ്റി വെച്ച് പിന്നെ ടോപ്പ് അടിക്കാനുള്ള പരിപാടിയാണ്. ഞാൻ കാണിച്ചു തരാം. ഇതാണ് സംഭവം, നൈറ്റി. ഇതിലാണ് ഞാൻ ടോപ്പ് അടിക്കാമെന്ന് വിചാരിക്കുന്നത്. ഇത് XXL സൈസാണ് കേട്ടോ. അത്യാവശ്യം വീതിയും ലെങ്തൊക്കെ ഉണ്ട്. കൈയൊക്കെ തന്നെ കണ്ട. ഞാൻ അങ്ങനെ നൈറ്റി അധികം വീട്ടിൽ ഉപയോഗിക്കില്ല. അപ്പോൾ ഇങ്ങനെ എന്തിനു വെറുതെ വെച്ചിരിക്കണമെന്ന് കരുതി ഞാൻ ഇങ്ങനെയൊക്കെ ടോപ്പ് ചെയ്യണതാണ്. അലമാര തപ്പിയാൽ ഇനിയും കിട്ടും. ഞാൻ അങ്ങനെ ഇടൂലല്ലോ, എടുത്ത് മടക്കി അങ്ങനെ വെച്ചിരിക്കും. അങ്ങനെ അളവെടുക്കാനായിട്ട് കറക്റ്റ് സൈസിൽ ഇങ്ങനെ പിടിക്കണതാണ് കേട്ടോ. അളവെടുക്കാനല്ല, ഈ മുകൾ ഭാഗം വെട്ടിക്കളയാനായിട്ട്. ഈ സിബ്ബുള്ള ഭാഗം ഞാൻ എടുക്കില്ല, അത് മുകളിൽ നിന്ന് കാൽഭാഗം വെട്ടിക്കളയും. എന്നിട്ട് താഴോട്ടുള്ള ലെങ്തിലാണ് ഞാൻ ടോപ്പ് ചെയ്യണത്. എനിക്ക് അത്രയും ലെങ്ത് തന്നെ മതിയാവും. ഈ ബാക്കി ഭാഗം കളഞ്ഞിട്ടില്ല, അത് വെച്ചിട്ടുണ്ട്. ഇതാണ് കണ്ട അതിൻ്റെ ലെങ്ത്. ഞാൻ കാണിച്ചുതരാം. കണ്ട അത്യാവശ്യം നല്ല ലെങ്ത് ഉണ്ട്. എനിക്കൊരു 42 സംതിങ് ഇറക്കമൊക്കെ മതിയാവും. 42-40 ഇഞ്ചൊക്കെ. ഇത് കണ്ട, ഇത് അത്യാവശ്യം ലെങ്തും ഉണ്ട്. XXL അല്ലേ, അപ്പോൾ അതിനനുസരിച്ചുള്ള വീതിയുണ്ട്. ഇതിൻ്റെ ഒരു പഴയ ടോപ്പ്. ഇതാണ് ഞാൻ അളവിനെടുക്കുന്നത്. കുറേ നേരം കൊണ്ട് ഞാൻ മടക്കണം, അതുകൊണ്ട് ഈ പോർഷൻ ഞാൻ അങ്ങ് സ്പീഡാക്കി. അത് വെച്ച് അളവൊക്കെ എടുത്ത് എനിക്ക് കഴുത്തിൻ്റെ അവിടെ ഞാൻ പക്ഷേ ടേപ്പിൽ അളന്നിട്ടേ ചെയ്യുള്ളൂ. ബാക്കി സൈഡൊക്കെയാണ് ടോപ്പ് വെച്ച് ഞാൻ അളവെല്ലാം എടുക്കണത്. എൻ്റെ ഡ്രസ്സിലൊരു നൂലാണ് ഇരിക്കുന്നത്. ഞാൻ വീഡിയോ ഇപ്പോൾ എഡിറ്റ് ചെയ്തപ്പോഴാണ് കണ്ടത്. അത് മാറ്റിയതേ ഇല്ല, അങ്ങനെ തന്നെ ഇരിക്കുന്നത്. ലാസ്റ്റ് വരെ ഉണ്ട്. അങ്ങനെ അളവെല്ലാം എടുത്ത് ഇത് കട്ട് ചെയ്ത് കേട്ടോ. ഇത് ഈ യു നെക്ക് വരണത് ബാക്ക് സൈഡാണ്. ഞാൻ ഫ്രണ്ടിൽ വി നെക്കാണ് കൊടുത്തത്. ചെറുതായിട്ട് ഇറക്കിയുള്ളൂ, വലുതായിട്ട് ഇറക്കിയില്ല ബാക്കിൽ. ഇതാണ് ഫ്രണ്ട്. കണ്ട, വി നെക്ക്. വി കൊള്ളാം കേട്ടോ. വി നെക്ക് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് ഞാൻ ഇപ്പം എൻ്റെ മിക്ക ഡ്രസ്സിലും വി നെക്ക് തന്നെയാണ് വയ്ക്കണത്. ഇതാണ് ലാസ്റ്റ് വെട്ടിയെടുത്തിട്ട് ബാക്കി ഇത്രയേ ഉള്ളൂ തുണികൾ. പിന്നെ ആ മുകൾ ഭാഗമുണ്ട്, ആ കൈയും ഇതും കൂടി വരണ ആ ഭാഗമുണ്ട്. അതും കൂടി വെച്ചാണ് ഞാൻ ഫ്രില്ലൊക്കെ വയ്ക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് കേട്ടോ. രണ്ട് സൈഡിലും എനിക്ക് ഫ്രില്ല് വയ്ക്കാൻ എനിക്ക് തികഞ്ഞില്ല. അവസാനം ഞാൻ ഫ്രണ്ടിൽ മാത്രം ഫ്രില്ല് വെച്ചോളൂ, ബാക്കിൽ സാധാ അതുപോലെ ലൈനിങ് ഒന്നും ഇട്ടില്ല. ഇത് ഞാൻ സംഭവം കഴുത്ത് ചെയ്യാനായിട്ടൊരു കോട്ടൻ്റെ കുറച്ച് പീസ് തുണി ഉണ്ടായിരുന്നു, ലൈനിങ് ഒരു പച്ച കളർ ലൈറ്റ്. ഇത് ഞാൻ പിന്നെ രണ്ടായിട്ട് കട്ട് ചെയ്ത് കഴുത്തിന് വയ്ക്കാനായിട്ടേ. വേറെ അതിൽ ലൈനിങ് ഒന്നും ഇട്ടില്ല. നൈറ്റിയുടെ തുണിയല്ലേ, അത്യാവശ്യം ചെറിയ രീതിയിൽ കട്ടിയുണ്ട്, അത് മതിയെന്ന് കരുതി വേറെ പ്രത്യേകിച്ചൊന്നും വയ്ക്കാൻ നിന്നില്ല. ഇത് അങ്ങനെ അധികം ഒരിടത്തും വലിയ കല്യാണത്തിന് അങ്ങനെയൊന്നും ഇടണതല്ലല്ലോ. എന്തെങ്കിലും പുറത്ത് കടയിലൊക്കെ പോകുമ്പോഴോ മോനെ സ്കൂളിൽ കൊണ്ടാക്കുമ്പോഴൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനത്തെ ഡ്രസ്സ് തയ്ക്കണത്. ഇത് അങ്ങനെ മെഷീനെല്ലാം ഓൺ ചെയ്ത്. ഇതാണ് എൻ്റെ മെഷീൻ കേട്ടോ. ഫുള്ള് കാണിച്ചില്ലല്ലേ, ഞാൻ അടുത്ത പ്രാവശ്യം ഫുള്ള് കാണിക്കാം. ഇത് നെക്ക് തയ്ക്കാനായിട്ട് ഈ സംഭവം വെട്ടിയെടുത്തത് വിരിക്കണതാണ് കേട്ടോ. ഇത് 2 പീസാണ് ഞാൻ വെട്ടിയത്. അങ്ങനെ അതിനായിട്ട് ആ സംഭവം ആദ്യം ഇട്ടിട്ട് നമ്മളെ ടോപ്പിൻ്റെ നല്ല വശം ആ ലൈനിങ്ങിൻ്റെ കൂടെ വയ്ക്കണം. നല്ല വശം ഇത് വയ്ക്കണതിന് മുമ്പ് നമ്മൾ ആ നെക്കിൻ്റെ വീതി ഇതിൽ അടയാളപ്പെടുത്തണം കേട്ടോ. ഈ ചെറിയ തുണിയിൽ തയ്ക്കണവർ കാണുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയാണ് ഞാൻ സംഭവം ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരണത്. ചെറിയൊരു മുട്ട് പിന്നെ ഈ സംഭവം അങ്ങോട്ടും ഇങ്ങോട്ടും പോവാതിരിക്കാൻ ഞാൻ അവിടെ വയ്ക്കണുണ്ട്. അത് എപ്പോഴും തയ്ക്കുമ്പോഴും വയ്ക്കും. ഏത് തുണിയായാലും വയ്ക്കണം, കോട്ടൺ ആയാലും. എൻ്റെ എളുപ്പത്തിന് വേണ്ടിയാണ് ഞാൻ ചെയ്യണത്. പിന്നെ നൂല് മാറ്റിയില്ല, പഴയ തയ്ച്ചിട്ട് ഇട്ടിരുന്ന നൂലാണ് കിടന്നത്, അപ്പോൾ ആ നൂല് മാറ്റിയാണ്. ഇതേ സെയിം നൂലൊന്നും എനിക്ക് കിട്ടിയില്ല, ഒരു ആകാശ നീല കിട്ടിയ ആ നൂലിങ്ങനെ അതിൽ നിന്ന് നൂല് നൂത്തിട്ട് ഇങ്ങനെ വയ്ക്കുമ്പോൾ ഒരുവിധം അതിൽ മാച്ചായിട്ട് പോകണം. അപ്പം ഞാൻ അത് തന്നെ എടുത്ത്. പിന്നെ അത് കഴിഞ്ഞ് ഫസ്റ്റ് ബോബിൻ കേസിൽ നൂല് ചുറ്റണം ആദ്യം. ആ കയ്യിരിക്കുന്ന സംഭവമാണ് ബോബിൻ കേസ് എന്നാണ് അതിൻ്റെ പേര്. അങ്ങനെ അതിലാണ് നൂല് ചുറ്റണത് ആദ്യം. ഈ സെയിം കളർ തന്നെയാണ് എടുക്കുന്നത്. വേറെ കളറാണെങ്കിൽ വേറെ കളർ എടുക്കാം, നമ്മളെ ഇഷ്ടം. അതിൽ പിന്നെ റെഡൊക്കെ മാച്ച് ചെയ്ത് പോകും. അതിൽ പ്രിൻ്റ് ഇടണല്ലോ, പ്രിൻ്റ് അതല്ലേ കിടക്കണം. റെഡ് ചേരും, ആ ലൈറ്റ് കളർ ബ്ലൂ ചേരും, പിന്നെ ബ്ലാക്കും ചേരും. ആ നൈറ്റിയുടെ ഇതിൽ തന്നെ ബ്ലാക്കാണ് അവർ വെച്ച് അടിച്ചിരുന്നത്, അതും ചേരണുണ്ട്. ഞാൻ പക്ഷേ ഈ ബ്ലൂ കളർ ഇതാണ് എടുത്തത്. അങ്ങനെ ബോബിൻ കേസിൽ നൂല് ചുറ്റി കഴിഞ്ഞ് അത് ആ സംഭവം അതിൽ ഇടുകയാണ്. ഇതൊക്കെ എളുപ്പമാണ് കേട്ടോ. ആദ്യമൊക്കെ നമുക്ക് കുറച്ച് പാടായിട്ട് തോന്നും. ഞാൻ പിന്നെ അധികം തയ്യലൊന്നും അങ്ങനെ പഠിച്ചിട്ടില്ല. ഞാൻ തയ്യൽ പഠിച്ച ടോപ്പ് മാത്രമേ പഠിച്ചിട്ടുള്ളൂ, ചുരിദാറിൻ്റെ പാൻറ്റും ടോപ്പും. വേറെ ബ്ലൗസൊന്നും എനിക്കങ്ങനെ തയ്ക്കാൻ അറിഞ്ഞുകൂടാ.
പക്ഷേ എൻ്റെ ബ്ലൗസ് ഞാൻ തയ്ക്കും. ബാക്ക് ഹൂക്ക് വെച്ച് എൻ്റെ ബ്ലൗസ് എൻ്റെ അളവിന് ഞാൻ തയ്ക്കും. പക്ഷെ പുറത്തുനിന്ന് ഞാൻ തയ്ച്ചൊന്നും കൊടുക്കുകയൊന്നുമില്ല. എനിക്ക് അങ്ങനെ തയ്ക്കാൻ അറിഞ്ഞൂടല്ലോ. വെറുതെ വാങ്ങിച്ചിട്ട് പണി മേടിക്കണ്ടെന്ന് കരുതി അങ്ങനെ പുറത്തോട്ടൊന്നും തയ്ച്ചു കൊടുക്കില്ല. അങ്ങനെ ഫ്രണ്ട് നെക്ക് തയ്ച്ച് കണ്ട. എന്നിട്ട് ഈ കാണുന്ന ഈ പച്ച സംഭവം ഉണ്ടല്ലോ, ആ ലൈനിങ്, ആ ഭാഗം വെട്ടിക്കളയാനുള്ളതാണ്. കണ്ട, ഇത്രയും ഭാഗം വെട്ടിക്കളയണം. എന്നിട്ട് ആ വെട്ടണതിൻ്റെ അകത്ത് കാണുന്ന തയ്യൽ തുമ്പ് ചെറുതായിട്ടൊന്ന് വെട്ടി വിടണം. എങ്കിലേ നമുക്കിത് മറിച്ചെടുത്ത് ഇപ്പുറത്തിടുമ്പോഴത്തേക്ക് നമുക്ക് ആ നെക്കിൻ്റെ അതേ ഷേപ്പ് കിട്ടുള്ളൂ. കണ്ട, ഇതുപോലെ ഇങ്ങനെ മറിച്ചിടുമ്പോഴത്തേക്ക് ഇത് ഉള്ളിലോട്ടാക്കുമ്പോൾ ആ മീതെ സൈഡ് നേരെ വരണം. എങ്കിലേ നമുക്ക് നെക്ക് കറക്റ്റാണ് ഫിറ്റായിട്ടിരിക്കുള്ളൂ. ഇല്ലെങ്കിൽ നെക്കൊക്കെ മലർന്നൊക്കെ പോവും. ഞാൻ എപ്പോഴും ഇങ്ങനെയാണ് നെക്ക് ചെയ്യണത്, ഏത് തുണിയിലായാലും. പക്ഷേ ക്രോസ് പീസ് വെച്ച് നെക്ക് ചെയ്യണവരുണ്ട്. അത് ഓരോരുത്തരും എളുപ്പമാണ്. എനിക്ക് പക്ഷേ ക്രോസ് പീസ് വെച്ച് ഭയങ്കര പാടായിട്ടാണ് തോന്നിയിട്ടുള്ളത്. എനിക്കിതാണ് എളുപ്പം. ഏത് ടോപ്പായാലും ഏത് ഡ്രസ്സായാലും ഞാൻ ഇങ്ങനെയാണ് ചെയ്യണത്. ഇത് അങ്ങനെ ഇതെല്ലാം കറക്റ്റ് പിടിച്ചിട്ട് തയ്ക്കുകയാണ് കേട്ടോ. എനിക്ക് ഇങ്ങനെ ക്യാമറയിൽ ബാക്ക് കാണിച്ച് വീഡിയോ എടുക്കാൻ പറ്റണില്ല. ഞാൻ പിന്നെ അതാണ് ഒരു കയ്യിൽ വെച്ചിട്ടാണ് മറ്റേ കൈ വെച്ച് ഇങ്ങനെ കാണിച്ചു തരുന്നത്, അതിൻ്റെ ഫ്രണ്ടിൽ അടിക്കണത്. ഇതാണ് സംഭവം. അടിച്ചു കഴിഞ്ഞിട്ട് ഞാൻ മറ്റേ സെൽഫി സ്റ്റിക്കിലൊക്കെ വെച്ചാണ് വീഡിയോ എടുക്കുന്നത്. എൻ്റെ കയ്യിൽ മറ്റേ സ്റ്റാൻഡൊന്നും ഇല്ല. അങ്ങനെ എൻ്റെ അടുത്ത് എൻ്റെ തന്നെ ഒരു ഫോളോവേഴ്സ് ഇങ്ങനെ സംഭവം വീഡിയോ ഒക്കെ തയ്ക്കണത് ഇടാൻ പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യണത്. അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ വീഡിയോ ഒന്നും ഇടണമല്ല. പെട്ടെന്ന് സംഭവം കാണിക്കും, പിന്നെ അത് അടിക്കണത് കാണിക്കും, പിന്നെ ഇടണതാണ് കാണിക്കണം. പക്ഷേ ഇപ്പം ഇങ്ങനെ ആൾ പറഞ്ഞത് കൊണ്ട് അവർക്ക് എങ്ങനെയാണ് ഡീറ്റെയിൽ ആയിട്ട് കാണണമല്ലോ സംഭവം. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ കാണിച്ചെന്നേ ഉള്ളൂ. ആ ബാക്ക്ഗ്രൗണ്ട് ചെവിരിൻ്റെ അവിടെയൊക്കെ എൻ്റെ മോൻ്റെ കലാവിരുതാണ് വരച്ച് കുറിച്ചൊക്കെ ഇതാക്കി വെച്ചിരിക്കുകയാണ്. അതിനി മായ്ക്കണം. ഒരുപാടൊക്കെ ഞാൻ മായ്ച്ച് കഴിഞ്ഞ്, കുറേ ഇനിയുണ്ട്. ഇവിടെ ഫുള്ള് വരച്ച് വെച്ചിട്ടുണ്ട്. അങ്ങനെ സംഭവം തയ്ച്ച് അങ്ങനെ ഞാൻ മുകളിലൊക്കെ എല്ലാം വച്ച് കഴിഞ്ഞ് ഇട്ട് നോക്കാൻ പോവുകയാണ്. ഞാൻ പകുതി അടിക്കുമ്പോൾ ഇട്ട് നോക്കും കറക്റ്റാണോ ഇല്ലേന്ന്. എങ്കിൽ ഒന്നും കൂടെ ഷേപ്പ് ചെയ്യാമല്ലോ. ഇല്ലെങ്കിൽ മൊത്തം അടിച്ചിട്ട് നോക്കിയാൽ പാടും. ഞാൻ സ്ലിറ്റൊക്കെ ഓപ്പൺ ചെയ്താണ് ഇട്ടിരിക്കുന്നത്. കണ്ട, ഫ്രണ്ടിൽ മാത്രമേ ഇത് സ്പ്രില്ല് കൊടുത്തിട്ടുള്ളൂ, ബാക്കിൽ കൊടുത്തിട്ടില്ല. അതിന് തുണി തികഞ്ഞില്ല. മാക്സിമം എല്ലാം വെട്ടിയെടുത്താണ് ഇത്രയും ചെയ്തത്. കൈ ചെറിയൊരു ലെങ്ത് കൂടിപ്പോയി. ഞാൻ ഇത്രയും ഉദ്ദേശിച്ചില്ല. പക്ഷേ അടിച്ചു വന്നപ്പോൾ എനിക്ക് ഇത്രയായി. എന്നാലും കുഴപ്പമില്ല, കൈ അങ്ങനെ ഇരിക്കട്ടെ എന്ന് കരുതി. അപ്പോൾ ഇത്രയുള്ള സംഭവം. കണ്ട, ഇതാണ് വി നെക്ക്. നെക്കൊക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞാൻ നല്ല ടൈറ്റ് ആക്കിയില്ല കേട്ടോ, ചെറുതായിട്ട് ലൂസാക്കിയാണ് ഇട്ടിരിക്കണം. ഞാൻ എപ്പോൾ വേണമെങ്കിലും വണ്ണം വയ്ക്കാം. വണ്ണം കുറയൊന്നുമില്ല, വണ്ണം വയ്ക്കുകയുള്ളൂ. അതുകൊണ്ട് ഞാൻ കുറച്ച് ലൂസൊക്കെ ഇട്ട് തയ്യൽ തുമ്പൊക്കെ ഇട്ടൊക്കെയാണ് ചെയ്തിരിക്കുന്നത്. ഇതാണ് സംഭവം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ശരി, ഓക്കെ, ബായ്.